Hi viewers, it's me Abhilash from techmaddies.com. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒപ്പോയുടെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള A16K ആണ്. ബജറ്റ് ഓറിയന്റഡ് കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു മോഡലിന്റെ ഡെമോ നമുക്ക് നൽകിയിരിക്കുന്നത് ഒപ്പോ ആണ്. സോ താങ്ക് യു ഫോർ ഒപ്പോ ഓൺ പ്രൊവൈഡിങ് മീ ദിസ് ഫോൺ ഫോർ അൺബോക്സിംഗ്. നമ്മുടെ മുന്നിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഒപ്പോയുടെ തന്നെ A16Kയുടെ 3GB 32 വേരിയന്റ് ആണ്. കാരണം 3GB 32 വേരിയന്റ് മാത്രമേ ഇന്ന് ഇന്ത്യയിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. 4GB 64GB വേരിയന്റ് അവൈലബിൾ ആണ്, ബട്ട് നോട്ട് ഇൻ ഇന്ത്യ. ഔട്ട്സൈഡ് ഇന്ത്യ പലയിടങ്ങളിലും 4GB 64 അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് 3GB 32 നമുക്ക് അൺബോക്സ് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്തതിന് ശേഷം സംസാരിക്കാം. ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇതിന്റെ MRP പ്രൈസ് ആണ്. ഇറ്റ്സ് റിട്ടൺ ആസ് 13,990, 13,990 ഇതിന്റെ MRP പ്രൈസ് നോട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ റീറ്റെയിലിൽ 10,490 എന്ന പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ അവൈലബിൾ ആണ്. ബാക്ക് സൈഡിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ കൂടി നോട്ട് ചെയ്തിട്ടുണ്ട്. അതോടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇറ്റ്സ് എ 3D സ്ലീക്ക് ഡിസൈൻ. 3D സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ നൽകിയിട്ടുണ്ട് ഒപ്പോ ഇതിൽ. അതുകൊണ്ട് തന്നെ കംഫർട്ടബിളി ഹോൾഡ് ചെയ്യാൻ സാധിക്കും. പിന്നീട് HD+ന്റെ ഒരു IK ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. കാരണം ഇന്ന് നിലവിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് ഫോൺസ് യൂസ് ചെയ്യുന്നത് സ്റ്റുഡൻസും ഫോർ ദെയർ എഡ്യൂക്കേഷണൽ പർപ്പസ്, അതുപോലെ തന്നെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുമാണ്. അതുകൊണ്ട് തന്നെ HD+ സ്ക്രീൻ ആണെങ്കിൽ കൂടി അതിനൊരു IK പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. പിന്നെ 4230 mAh ഒരു ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി കൂടി നൽകിയിട്ടുണ്ട്. സോ ഒപ്പോ ക്വാളിറ്റി ആസ് എ ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി ബിക്കോസ് ഈ ഒരു 4230 mAh ബാറ്ററി ആണെങ്കിൽ കൂടി ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള കളർ വോയിസിന്റെ 11.1 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതും അപ്പുറം ഒരു ബാറ്ററി ബാക്കപ്പ് ഈ ഒരു 4230 mAh ബാറ്ററിക്ക് നൽകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി എന്നൊപ്പോ വിളിച്ചിരിക്കുന്നത്. സോ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് അൺബോക്സിങ്ങിലൂടെ പരിചയപ്പെടാം. കാരണം ഇത് എത്രത്തോളം കംഫർട്ടബിൾ ആണ് ഹോൾഡ് ചെയ്യാൻ, അതുപോലെ തന്നെ എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ആണ് വരുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ആക്സസറീസ് ആയിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് നമുക്ക് കിട്ടുന്നുണ്ട്, ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് അൺബോക്സിങ്ങിന് ശേഷം ചർച്ച ചെയ്യാം. ഓക്കെ, സോ വിതൗട്ട് വേസ്റ്റിംഗ് ദ ടൈം, ലെറ്റ്സ് അൺബോക്സ്. അതിൻ്റെ ടോപ്പിൽ നമുക്കൊരു ബോക്സ് കിട്ടുന്നുണ്ട്. ആ ബോക്സിനകത്ത് നമുക്കൊരു നോർമൽ കേസ് കിട്ടുന്നുണ്ട്. ഇറ്റ്സ് എ TPU കേസ്. അതുപോലെ തന്നെ കുറച്ച് വാറണ്ടി പേപ്പേഴ്സ്, സിം ഇജക്ടർ ടൂൾ, ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് അടുത്തായിട്ട് ഇതിനകത്തുള്ളത് നമ്മുടെ ഫോൺ തന്നെയാണ്. ഒരു ബ്ലൂ കളറിലുള്ള ഫോൺ. അപ്പോൾ ഫോൺ നമുക്ക് ചെക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആക്സസറീസ് ആയിട്ട് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇതിൽ ആക്സസറീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു ചാർജർ മാത്രമാണ്. ഹെഡ്ഫോൺസ് അവൈലബിൾ ആയിട്ടുള്ളതല്ല. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 വോൾട്ട് 2 amp, അതായത് 10 വാട്ടിൻ്റെ ഒരു ചാർജർ വരുന്നുണ്ട് വിത്ത് USB നോർമൽ കേബിൾ. ഓക്കെ, അത് നമുക്കിതെല്ലാം കണ്ടന്റ് എല്ലാം നമുക്ക് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ സെറ്റ് തന്നെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഇതാണ് ഒപ്പോയുടെ A16K. ഒരു രക്ഷയില്ല ഗൈസ്. ബ്ലൂ കളർ, ഇറ്റ്സ് ടോട്ടലി ഓസം. സെറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അടുത്തുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഔട്ട്ലെറ്റുകൾ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് ഈ ഒരു സെറ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാവുന്നതാണ്. അത്രത്തോളം ബെറ്റർ ആയിട്ടുള്ള ഒരു സെറ്റാണ് A16K എന്ന് പറയുന്നത്. കളർ സൂപ്പർ ലുക്കിംഗ് കളർ. അപ്പം ഞാനിതൊന്ന് ഓൺ ചെയ്യാം ഗൈസ്. അപ്പോൾ ഞാൻ നമ്മുടെ ഫോൺ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സെറ്റിങ്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ ആണ്. നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ വോളിയം റോക്കേഴ്സ് വരുന്നുണ്ട്, വോളിയം അപ്പ് ആൻഡ് വോളിയം ഡൗൺ. അതുപോലെ തന്നെ നമുക്ക് തൊട്ട് താഴെ വോളിയം ബട്ടൺസിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് പവർ ഓൺ ഓഫ് ബട്ടൺ കാണാൻ പറ്റും. ബോട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് കാണാൻ പറ്റും. നോർമൽ USB പോർട്ട് ഫോർ ചാർജിങ്.
അതുപോലെ തന്നെ ഒരു മൈക്രോഫോൺ കാണാൻ പറ്റും, നമ്മുടെ വോയിസ് ഇൻടേക്ക് ചെയ്യുന്ന മൈക്രോഫോൺ. അതുപോലെ തന്നെ ഒരു 3.5mm ഹെഡ്ഫോൺ ജാക്ക് നമുക്ക് കാണാൻ പറ്റും. തൊട്ട് സൈഡിലായിട്ട്, അതായത് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് നമ്മുടെ സിം ട്രേ കാണാൻ പറ്റും. ആ സിം ട്രേ ഏത് രീതിയിലാണ്, ഹൈബ്രിഡ് ആണോ അല്ലെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് ആണോ എന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇറ്റ്സ് എ ഡെഡിക്കേറ്റഡ് സ്ലോട്ട്. നമുക്ക് 2 സിമ്മും SD കാർഡും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു ഇൻഡൻറ്റോ അല്ലെന്നുണ്ടെങ്കിൽ സ്വിച്ചസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇനി ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഡിസൈനാണ് പുതിയ ക്യാമറ മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതിന് ചെറിയൊരു ഹമ്പൊക്കെ കൊടുത്തിട്ട് ഒരു ക്യാമറ മൊഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഒരു 13 മെഗാ സിംഗിൾ സെൻസറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ബട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു ഡിവൈസാണ് A16K. അതുകൊണ്ട് തന്നെ 13 MB മച്ച് ബെറ്റർ ക്ലാരിറ്റി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. തൊട്ട് സൈഡിലായിട്ട് നമുക്കൊരു സിംഗിൾ ടോൺ ഫ്ലാഷ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടിയർ ഡ്രോപ്പ് ഡിസ്പ്ലേ അല്ലെന്നുണ്ടെങ്കിൽ ഒപ്പോയുടെ വാട്ടർ ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 മെഗാ ഒരു സിംഗിൾ ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത് വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് നാച്ചുറൽ സ്കിൻ റീടച്ചിങ്. ഈ 2 ഫംഗ്ഷൻസും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ആദ്യമായിട്ട് നമ്മൾ ഫിസിക്കൽ ഓവർവ്യൂ ആണ് നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫിസിക്കൽ ഓവർവ്യൂവിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ കംഫർട്ടബിൾ ഫീൽ തന്നെയാണ്. 7.85mm തിക്നെസ് മാത്രമേ ഈ ഒരു ഫോണിന് വരുന്നുള്ളൂ. അതുപോലെ തന്നെ 175 ഗ്രാം വെയിറ്റ് മാത്രമേ വരുന്നുള്ളൂ. സോ അത്രത്തോളം സ്ലീക്ക് ആയിട്ടുള്ളൊരു ഡിവൈസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓവറോൾ കംഫോർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ആണ്, അതുപോലെ തന്നെ തിക്നെസ് ആണ് ഈ ഒരു ഡിവൈസിൽ നൽകിയിരിക്കുന്നത്. ഞാൻ സെറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ എബൌട്ട് ഫോണിൽ പോയിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാം. എബൌട്ട് ഫോണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിൻ്റെ ഡിവൈസ് നെയിം A16K കൊടുത്തിട്ടുണ്ട്. കളർ OSൻ്റെ 11.1 ആണ് ഇതിൽ വേർഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. കളർ OS 11.1 എന്ന് പറയുന്നത് ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള കളർ OS വേർഷനാണ്. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 4230 mAh ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ കളർ OS 11.1ൻ്റെ ഒപ്റ്റിമൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി എന്ന OPPO വിളിച്ചിരിക്കുന്നത്. പ്രോസസ്സർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ MediaTekൻ്റെ Helio G35 ഒക്ടകോർ പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. G35 പ്രോസസ്സറിൻ്റെ കാര്യം പറയുമ്പോൾ P35 എന്ന് പറയുന്ന നേരത്തെ ഉണ്ടായിരുന്ന പെർഫോമിംഗ് P35 പ്രോസസ്സറിന് ശേഷം അപ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പ്രോസസ്സറാണ് MediaTekൻ്റെ G35 എന്ന് പറയുന്നത്. G35 ഒരു ഗെയിമിംഗ് പ്രോസസ്സറാണ്. ഓൾ കോഴ്സ് ക്ലോക്ക്ഡ് അറ്റ് 2.3 GHz. എല്ലാ കോറും ക്ലോക്ക് ചെയ്തിരിക്കുന്ന 2.3 GHzലാണ്. അതുകൊണ്ട് തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും പറയാനില്ല. നിങ്ങൾക്ക് ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സ്പീഡാണെന്നുണ്ടെങ്കിലും മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന സ്പീഡാണെന്നുണ്ടെങ്കിലും ഓൺ ദ ഹയർ നോച്ച് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഇതിലൂടെ കിട്ടും. റാം വേരിയൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു 3GB വേരിയൻ്റ് ആണ്. ഈ ഒരൊറ്റ വേരിയൻറ്റ് മാത്രമേ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇൻറ്റേർണൽ മെമ്മറി 32GB ആണ്. 256GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു 32GBയിൽ നമുക്ക് 16.7GB നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോറേജ് നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ളത് ഇതിൻ്റെ സോഫ്റ്റ്വെയറിനും ആപ്ലിക്കേഷനും വേണ്ടി എടുക്കുന്നുണ്ട്. നോ വറീസ്, നിങ്ങൾക്ക് 256GB വരെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി കൂടി ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. പിന്നെ ക്യാമറയെ പറ്റി ഞാൻ പറഞ്ഞു. ക്യാമറയിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്. 5 മെഗാ ഞാൻ നേരത്തെ പറഞ്ഞു നാച്ചുറൽ സ്കിൻ റീടച്ചിങ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൂടാണ്ട് തന്നെ 5P ലെൻസസ് അല്ലെങ്കിൽ 3P ലെൻസസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 5 ലെയർ അല്ലെങ്കിൽ 3 ലെയർ ഓഫ് ലെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോയിസ് റിഡ്യൂസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. നാച്ചുറൽ സ്കിൻ റീടച്ചിങ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊണ്ട് തന്നെ ബ്യൂട്ടിഫിക്കേഷൻ, അതായത് നമ്മുടെ മുഖത്തുള്ള പാടുകൾ കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്തതിന് ശേഷം ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ ഒരു 5 മെഗാ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ബാക്ക് ക്യാമറയിലാണെങ്കിൽ കൂടി HDR ഹൈ ഡൈനാമിക് റേഞ്ച് അല്ലെങ്കിൽ ബാക്ക് ലൈറ്റ് ഹൈ ഡൈനാമിക് റേഞ്ച് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ലൈറ്റ് കുറഞ്ഞ കണ്ടീഷൻസിൽ അല്ലെന്നുണ്ടെങ്കിൽ ലൈറ്റ് കൂടിയ കണ്ടീഷൻസിൽ അവിടെയുള്ള ലൈറ്റിനെ അറേഞ്ച് ചെയ്തതിന് ശേഷം ബെറ്റർ ആയിട്ടുള്ളൊരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ വരുന്ന ചാർജർ എന്ന് പറയുന്നത് 10 watt ചാർജറാണ്. നോർമൽ ചാർജർ തന്നെയാണ്. കാരണം 4230 mAh ബാറ്ററി എന്ന് പറയുന്നത് ഒരു വേഗത്തിൽ തന്നെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററി ബാക്കപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഒരു 10 watt ചാർജർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ഡൗൺ സൈഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഒരു പ്രോഡക്റ്റിൻ്റെ ഓവറോൾ ബാലൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഓവറോൾ ബാലൻസ് വെച്ച് നോക്കുമ്പോൾ വെയിറ്റ് റിഡക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ബാറ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓവറോൾ ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിലും കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓവറോൾ ബാലൻസ് പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ഫോണിൻ്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയൊരു അപ്ലോഡ്സ് കൊടുക്കേണ്ടത് OPPO എന്ന് പറയുന്ന ബ്രാൻഡിന് തന്നെയാണ്.
ഇനിയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ColorOS 11.1 അകത്ത് ഓവറായിട്ടുള്ള ബ്ലോട്ട്വെയർസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഗൂഗിളിൻ്റെ കുറേയധികം ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഡെയിലി ഹണ്ട്, അതുപോലെ തന്നെ ഡിയോ, ഫേസ്ബുക്ക് പോലുള്ള ആപ്ലിക്കേഷൻസ് ഇൻബിൽറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചില ആപ്ലിക്കേഷൻസ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്പേസ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് സ്പേസ് കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 32 GB ഇൻറ്റേർണൽ മെമ്മറിയിൽ 16.5 അടുപ്പിച്ച് മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യം എങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനും പറ്റും. ഓവറായിട്ട് MI പോലുള്ള ബ്രാൻഡിൽ കണ്ടുവരുന്ന അഡ്വർടൈസ്മെൻറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഓവറായിട്ടുള്ള ബ്ലോട്ട്വെയർസോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ഫോണിൻ്റെ അകത്ത് വരുന്നില്ല. അത് വലിയ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനിയും ഇതിനകത്ത് അഡീഷണൽ വരുന്ന ഒരു ഫീച്ചർ കൂടി ഞാൻ പറയാം. സ്വൈപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ അകത്ത് ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബാക്ക്ഗ്രൗണ്ട് സ്ട്രീം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഈ ഓപ്ഷൻ ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നമ്മുടെ നോട്ടിഫിക്കേഷൻ പാനലിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിക്കാം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യിപ്പിക്കാൻ സാധിക്കും. നമുക്ക് ഒന്നെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്ട്രീമിംഗ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ യൂട്യൂബിൻ്റെ പ്രീമിയം ആയിട്ടുള്ള സർവീസസ് ആക്ടിവേറ്റ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ക്രാക്ഡ് ആയിട്ടുള്ള വേർഷൻസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യണം. നിലവിൽ ഈ ഒരു ഫോണിൻ്റെ അകത്ത് അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ജസ്റ്റ് യൂട്യൂബ് ഓൺ ചെയ്ത് ഒരു വീഡിയോ പ്ലേ ചെയ്തതിന് ശേഷം ജസ്റ്റ് സ്വൈപ്പ് ഡൗൺ ചെയ്യുക. നോട്ടിഫിക്കേഷൻ സ്വൈപ്പ് ഡൗൺ ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് സ്ട്രീം എന്ന് പറയുന്ന ഓപ്ഷൻ, ഈ ഒരു ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഈ ഒരു യൂട്യൂബ് റൺ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കൂടി ColorOS 11.1 ഈ ഒരു ഫോണിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ A16Kയുടെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ, ഏറ്റവും കംഫർട്ടായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ്, അതുപോലെ തന്നെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നീഡ്ഫുൾ ആയിട്ടുള്ള റാം, അതുപോലെ തന്നെ നീഡ്ഫുൾ ആയിട്ടുള്ള റോം, എക്സ്പാൻഡബിലിറ്റി ഓപ്ഷൻ, ഡ്യുവൽ സിം 5G, അതുപോലുള്ള ഡ്യുവൽ സിം 5G അല്ല 4G, ഡ്യുവൽ സിം 4G. ഞാൻ നേരത്തെയും എനിക്ക് തോന്നുന്നു 5G എന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫോർഗെറ്റ് അബൌട്ട് 5G, ഇറ്റ്സ് 4G ഡിവൈസ്. അപ്പോൾ G35 എന്ന് പറയുന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറിൽ ഡ്യുവൽ സിം 4G സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഈ ഒരു ഡിവൈസ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ എടുക്കാൻ പറ്റിയ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. സോ ഓവറോൾ ഇതാണ് ഫോണിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഔട്ട്ലെറ്റിൽ പോയിട്ട് ഇതിൻ്റെ ഡെമോ ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഷുവറായിട്ടും ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഒരു പ്രൈസിംഗ് എന്ന് പറയുന്നത് 10,490 ബാക്കിയുള്ള ഷോപ്സിൻ്റെ ഓഫേഴ്സും എല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടും. ഓൾറെഡി ഇൻബിൽറ്റ് ഇതിലൊരു സ്ക്രീൻ ഗാർഡ് അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു TPU കേസ് കൂടി ഇതിൻ്റെ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആക്സസറീസ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഓവറോൾ ഫോണിൻ്റെ അൺബോക്സിംഗ് എന്ന് പറയുന്നത്. എനിക്ക് ഈ ഒരു ഫോൺ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ മേ ബി വീട്ടിലേക്ക് വേണ്ടി ഒരു ഫോൺ പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ, പ്രസ് ദ ബെൽ ബട്ടൺ ഫോർ ഫർദർ നോട്ടിഫിക്കേഷൻ. താങ്ക് യു.